بسم الله الرحمن الرحيم هو الذي يريكم آياته وينزل لكم من السماء رزقا وما يتذكر إلا من ينيب فادعوا الله مخلصين له الدين ولو كره الكافرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1625 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 13-14 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ യുരീകും ആയാതിഹി വയുനസ്സിലു ലക്കും മിനസ് സമാഇ റിസ്ഖാ വമാ യതദക്കറു ഇല്ലാ മൻ യുനീബ് ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്തുൽ ഗാഫിറിലെ 13-14 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ അഭിസംബോധിതരായ സമൂഹത്തെ അള്ളാഹുവിന്റെ സരണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന, അവരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ജീവിത ദർശനം, അതിനോട് സൃഷ്ടിപരമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആ ഘട്ടത്തില് വളരെ പരിമിതമായ എണ്ണം ആളുകൾ മാത്രമാണ്. കൂടുതൽ പേരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഖവിലക്കെടുക്കാനോ അള്ളാഹുവിന്റെ പ്രവാചകനെ സത്യപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കാനോ, പാരത്രിക ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് അംഗീകരിക്കാനോ ഒന്നും കൂട്ടാക്കുകയുണ്ടായില്ല. അവര് പല വിധത്തിലുള്ള ദ്രോഹങ്ങളും ചെയ്യാൻ തുനിഞ്ഞിറങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുവാനും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാനും ബഹിഷ്കരിക്കുവാനും ഒക്കെയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ വകവരുത്താൻ, കൊന്നുകളയാൻ വരെ അവര് ആലോചിക്കുന്നുണ്ടായിരുന്നു. അത്തരം ചില ശ്രമങ്ങളും ആ ഘട്ടത്തിൽ നടക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് സൂറത്തുൽ ഗാഫിറിന്റെ തുടക്കത്തിലെ ആയാത്തുകൾ അവതരിക്കപ്പെടുന്നത്. വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്ന സത്യവിശ്വാസ മാർഗത്തിൽ കടന്നു വന്നിട്ടുള്ള ആളുകളെയും ആശ്വസിപ്പിക്കുന്ന വിധത്തിലും അവർക്ക് വലിയ സ്വപ്നങ്ങൾ പകർന്നു നൽകുന്ന വിധത്തിലൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ വിവരിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ദൈവിക സിംഹാസനം വഹിക്കുന്ന മലക്കുകളും ദൈവിക സിംഹാസനത്തിന്റെ ചുറ്റുമായി നിലകൊള്ളുന്ന മലക്കുകളും ഒക്കെ തന്നെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിൽ നിരതരാണ്. അവര് ഈ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അള്ളാഹുവിന്റെ കാരുണ്യവും ജ്ഞാനവും സകല സംഗതികളെയും ആവരണം ചെയ്ത് പൊതിഞ്ഞു നിൽക്കുന്നതാണ്. അതിനാൽ വിശ്വാസമാർഗത്തിലേക്ക് വന്ന ഈ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കുകയും
അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവരെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണം എന്നാണ് മലക്കുകൾ ആ ഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു ഇവിടെ സത്യവിശ്വാസികളെ കേൾപ്പിക്കുന്നത്. റബ്ബന വാദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ അല്ലത്തി വഅദ്തഹും, നീ അവർക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യതയുടെ സ്വർഗീയ ആരാമങ്ങൾ, ആ സ്വർഗീയ ആരാമങ്ങളിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ. അവരെ മാത്രമല്ല, അവരുടെ പ്രപിതാക്കന്മാരും പത്നിമാരും അല്ലെങ്കിൽ ഇണകളും അവരുടെ സന്താനങ്ങളും ഇവരൊക്കെയും തന്നെ അവരോടൊപ്പം വിശ്വാസികൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുകയും അവരെ സകലവിധ ദ്രോഹങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്നുകൂടി മലക്കുകൾ ആ ഘട്ടത്തില് അവർക്കായി പ്രാർത്ഥിക്കുന്ന കാര്യം അള്ളാഹു ഇവിടെ അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ആർക്കാണോ ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരാളാണ് വിജയം വരിച്ചിരിക്കുന്നവൻ എന്നാണ് തുടർന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നിഷേധികളുടെ കാര്യങ്ങൾ തിരിച്ചറിയുന്ന ആ പാരത്രിക ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ അവരോട് തന്നെ വലിയ വെറുപ്പും പുച്ഛവും ഉള്ളവരായിട്ട് മാറുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിന് കൂട്ടാക്കാതെ നിഷേധികളായി തിരിഞ്ഞു പോയി കളഞ്ഞ അവരോട് അള്ളാഹുവിന് വളരെയേറെ മഖത്തുണ്ടായിരുന്നു. അള്ളാഹുവിന് അവരോട് വളരെയേറെ വെറുപ്പുണ്ടായിരുന്നു എന്ന കാര്യം അള്ളാഹുവിടെ വെളിപ്പെടുത്തുകയാണ്. അവരോട് അങ്ങനെ വിളിച്ചു പറയപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ മലക്കുകൾ ഈ നിഷേധികളെ കേൾക്കുന്നതിന് വേണ്ടി അവർ കേൾക്കുന്ന വിധത്തില് ആ സന്ദർഭത്തിൽ അവരോട് ഇങ്ങനെ വിളിച്ചു പറയും, ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും, നിങ്ങൾക്ക് നിങ്ങളോടിപ്പോ തോന്നുന്ന വെറുപ്പിനേക്കാളേറെ അള്ളാഹുവിന് നിങ്ങളോട് വെറുപ്പ് അനുഭവപ്പെട്ടതാണ്. ഇത് തുദഊന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ, നിങ്ങളെ വിശ്വാസമാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും നിങ്ങൾ അതിനെ നിഷേധിക്കുകയും ചെയ്ത ഘട്ടത്തിൽ എന്നാണ് മലക്കുകൾ സത്യനിഷേധികളോടായിട്ട് പറയുകയുണ്ടായത്. അപ്പൊ അവര് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, റബ്ബന അമത്തന സ്നതൈനി വഅഹ്യൈതന സ്നതൈൻ, നാഥ നീ ഞങ്ങളെ 2 തവണ മൃത്യുവിന്റെ അവസ്ഥയിലാക്കുകയും 2 തവണ ജീവനുള്ള അവസ്ഥയിലാക്കുകയും ചെയ്തു. 2 തവണ മരിപ്പിക്കുകയും 2 തവണ ജീവിപ്പിക്കുകയും ചെയ്തു. ഫഅ്തറഫ്നാ ബിദുനൂബിന, ഞങ്ങളുടെ പിഴവുകൾ, പാപങ്ങൾ, തെറ്റുകൾ, ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ഫഹൽ ഇല ഖുറൂജിൻ മിൻ സബീൽ, ഇനി ഇവിടുന്ന് പുറത്തു കടക്കാൻ വല്ല വഴിയുമുണ്ടോ എന്നാണ് അവർ ആ ഘട്ടത്തിൽ ആരായുന്നത്. ദാലികും ബി അന്നഹു ഇദാ ദുഇയല്ലാഹു വഹദഹു കഫർത്തും, അവരുടെ ഈ ദുരന്തത്തിനുള്ള കാരണം, ഈ അത്യന്തം ദൗർഭാഗ്യകരമായ അവരുടെ ഈ പരിണതിയിലേക്ക് അവരെത്തിച്ചേരുന്നതിന് കാരണം ഏകനായ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് അവനെ വിളിച്ച് തേടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ അവനെ മാത്രം ആരാധ്യനായി കണ്ടുകൊണ്ട് അവനോട് തേടുന്ന കാര്യം പരാമർശിക്കപ്പെടുമ്പോൾ കഫർത്തും, ഇതാണ് അവരോട് പറയപ്പെടുന്നത്, നിങ്ങൾ നിഷേധിക്കുകയായിരുന്നു. വൈ യുശ്റക് ബിഹി തുഅ്മിനു, അള്ളാഹുവിൽ ആരെയെങ്കിലും ദിവ്യത്വത്തിൽ പങ്കാളികളുള്ളവരായിട്ട് ആരെയെങ്കിലും അള്ളാഹുവിനോട് ചേർത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വലിയ വിശ്വാസവുമായിരുന്നു. ഇനി
നിങ്ങളുടെ കാര്യത്തിലുള്ള വിധി തീർപ്പ് ഫൽഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, അത്യുന്നതനും മഹോന്നതനുമായ അള്ളാഹുവിന്റെ കൈകളിലാണ്, അള്ളാഹുവിന്റെ അടുക്കലാണ് നിങ്ങളുടെ കാര്യത്തിലുള്ള തീർപ്പ് എന്നാണ് അവരോടായിട്ട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന വിധത്തിലുള്ള ഒരു സംസാരമല്ല ഇത്. അതിനെ തുടർന്ന് അള്ളാഹു പ്രപഞ്ചങ്ങളുടെ നാഥനായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിന് മനുഷ്യർക്ക് ഉപകരിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളായ ദൈവിക ദൃഷ്ടാന്തങ്ങളെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിയും യുക്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നിരവധി അള്ളാഹു ഇവരുടെയൊക്കെ മുന്നിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാനും ഉൾക്കൊള്ളാനും അവര് സന്നദ്ധരായില്ല എന്നതാണ് അവര് ഈ ദുരിതക്കയത്തില് വന്ന് വീഴുന്നതിന് കാരണമായ സംഗതി എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 13-14 ആയത്തുകൾ ആ കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. പ്രകൃതിയിൽ പ്രപഞ്ച സംവിധാനത്തിലായിട്ട് അള്ളാഹു വളരെ അനിവാര്യമായും ഈ പ്രപഞ്ചത്തിനൊരു നാഥൻ, ഒരു സ്രഷ്ടാവ്, ഒരു നിയന്താവ്, അതിനെ എല്ലാ നിലക്കും നിയന്ത്രിക്കുന്ന ഒരുവൻ ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവരുടെ മുന്നിൽ നാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. ഹുവല്ലദീ യുരീക്കും ആയാതിഹി, തന്റെ അത്ഭുത പ്രതിഭാസങ്ങളായ ദൈവിക ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് അവനാണ്. ഹുവല്ലദീ യുരീക്കും ആയാതിഹി, തന്റെ ദൃഷ്ടാന്തങ്ങൾ, തന്റെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങളുടെ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹുവാണ്. ഹുവല്ലദീ യുരീക്കും, അവനാണ് നിങ്ങളെ കാണിക്കുന്നത്, ആയാതിഹി, തന്റെ ദൃഷ്ടാന്തങ്ങളെ. അപ്പൊ അള്ളാഹു തന്റെ ദൃഷ്ടാന്തങ്ങൾ, തന്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടുത്തുന്ന, തന്റെ അസ്തിത്വത്തെ കൃത്യമായും അവർക്ക് വായിച്ചെടുക്കാൻ പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ആയാത്തുകളെ കാണിക്കുകയാണ് മനുഷ്യന്. നിങ്ങൾക്കായിട്ട് അവൻ ദൃഷ്ടാന്തങ്ങളെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഈ ദൃഷ്ടാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രപഞ്ചത്തിലെ അത്യത്ഭുതകരമായ പ്രതിഭാസങ്ങളെ, സൃഷ്ടാവായ ഒരു റബ്ബിന്റെ അസ്തിത്വം ഇല്ലാത്ത അവസ്ഥയിൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ആയാത്തുകളാണ് അവൻ മനുഷ്യരുടെ മുന്നിൽ നിരത്തി വെച്ചിട്ടുള്ളത്. അള്ളാഹു അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഹുവല്ലദീ യുരീക്കും ആയാതിഹി, തന്റെ ആയാത്തുകളെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അവനാണ്. എന്നിട്ട് ഒരു ഉദാഹരണം എടുത്തു പറയുകയാണ്. വയുനസ്സിലു ലക്കും മിനസ് സമാഇ റിസ്ഖ, ആകാശത്ത് നിന്ന് വിണ്ണിൽ നിന്നായി അവൻ നിങ്ങൾക്കുള്ള റിസ്ഖ് ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു. മനുഷ്യന്റെ ഫുഡ് സൈക്കിളിന്റെ ഒരു പ്രത്യേകത വിലയിരുത്തിയാൽ, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഭക്ഷ്യവിഭവങ്ങൾക്കായി അവര് പ്രയോജനപ്പെടുത്തുന്ന സംഗതികളുടെ ഒരു സൈക്കിള്, ഒരു ക്രമം, ഒരു ചാക്രികത, അത് വിലയിരുത്തിയാൽ വളരെ കൃത്യമായ, വളരെ സമഗ്രമായ ഒരു ആസൂത്രണം അതിന്റെ പുറകിലുണ്ട് എന്നത് ആർക്കും വ്യക്തമാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ ആ ഒരൊറ്റ കാര്യം മതി എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന സംഗതി. ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ഇറക്കിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വിഭവങ്ങൾ ഇറക്കി തന്നു, ഭക്ഷണം ഇറക്കി തന്നു എന്നൊക്കെയാണ് ഈ വാക്കിന്റെ സൂചന. ഹുവല്ലദീ യുരീക്കും ആയാതിഹി,
അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് അള്ളാഹുവാണ്, അവനാണ്. വയുനസ്സിലു ലക്കും, അവൻ നിങ്ങൾക്കായി ഇറക്കി തന്നിരിക്കുന്നു മിനസ്സമാഇ റിസ്ഖ, ആകാശത്ത് നിന്ന്, വിണ്ണിൽ നിന്ന് റിസ്ഖ് ഇറക്കി തന്നിരിക്കുന്നു. വിണ്ണിൽ നിന്ന് റിസ്ഖ് ഇറക്കി തന്നിരിക്കുന്നു എന്നത് വ്യക്തമായിട്ടും മഴ ഇറക്കിയതിനെ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വിവരണമാണ്. മഴയാണ് മനുഷ്യന്റെ സകല വിഭവങ്ങളുടെയും ആധാരമായി, അടിത്തറയായി വർത്തിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസം. മഴ ഇറക്കിയ കാരണത്താലാണ് ഇവിടെ സസ്യലതാദികളും അതുപോലെ ജന്തുജാലങ്ങളും ഒക്കെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഇവിടെ നിലകൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യന് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള അസംഖ്യം വിഭവങ്ങളാണ് പ്രകൃതിയിൽ അവന് കണ്ടെത്താൻ പറ്റുന്നത്. ഇതൊക്കെയും തന്നെ മഴയെ ആശ്രയിച്ചുകൊണ്ട്, ആകാശത്തു നിന്ന് അല്ലാഹു ഇറക്കിയിട്ടുള്ള ജലത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ ആകാശത്ത് നിന്ന് അവൻ റിസ്ഖ് ഇറക്കി തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. റിസ്ഖ് നേരിട്ട് ഇറക്കി തന്നു എന്ന നിലക്ക് അത് വായിക്കുന്നതിന് അർത്ഥമില്ല. ദൈവികമായ ഒരു അനുഗ്രഹം എന്ന നിലക്ക് മഴ വർഷിപ്പിച്ചു തന്നത് കൊണ്ടാണ് മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുള്ളത്. അത് ഓരോന്നും തമ്മിൽ പരസ്പരം ബന്ധമുള്ളതായിട്ട് ഒരു വളരെ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നത് നമുക്ക് അത് വിലയിരുത്തിയാൽ കാണാൻ കഴിയും. അതിൽ ഏതെങ്കിലും ഒരു കണ്ണി അറ്റുപോയാൽ അല്ലെങ്കിൽ ഇല്ലാതായാൽ ഭക്ഷ്യവിഭവങ്ങൾക്ക് കുറവ് കാണും. അതിന്റെ പ്രശ്നം, അതിന്റെ അസന്തുലിതത്വം അനുഭവപ്പെട്ടു തുടങ്ങും എന്നത് പറയേണ്ടതില്ല. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോ ആകാശത്തു നിന്ന് അവൻ മഴ ഇറക്കി തന്നു, അതുവഴി മനുഷ്യന് ആവശ്യമായ സകല വിഭവങ്ങളും അവൻ ലഭ്യമാക്കുകയുണ്ടായി എന്നത് മാത്രം മതി ഈ പ്രപഞ്ചത്തിന് കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്ന, വേണ്ട വിധത്തിൽ സമഗ്രമായി ആസൂത്രണം ചെയ്യുന്ന ഒരു നിയന്ത്രകനുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഏകനായ ഒരു റബ്ബുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടാൻ. ഈ ഒരു ആയാത്ത് അള്ളാഹു മനുഷ്യന് വിഭവങ്ങൾ നൽകുക എന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇറക്കുകയല്ല, മനുഷ്യനെ ആലോചനയുള്ളവനാക്കാനും കാര്യങ്ങൾ തിരിച്ചറിയാനും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടിയാണല്ലോ അത്. മഴ ഇറക്കി തന്നതും ജലസാന്നിധ്യം കാരണമായിട്ട് ഭൂമുഖത്ത് സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ സാധ്യമായി എന്നതും ഒക്കെ മനുഷ്യനേറെ പ്രയോജനമുള്ള സംഗതി തന്നെയാണ്. അതേ സമയത്ത് മനുഷ്യൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വന്തം ഉത്ഭവത്തെക്കുറിച്ചും തൻ്റെ സ്വത്വവും അസ്തിത്വവും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തെക്കുറിച്ചും അത് കാരണമായി തന്നെ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യന്റെ നിലപാടുകൾ എങ്ങനെയുള്ളതാവേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ മനുഷ്യന് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇത് ദൈവിക ദൃഷ്ടാന്തങ്ങളായിട്ട് കൂടിയാണ് അവൻ മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവന്റെ നിലനിൽപ്പിന് ആധാരമായ വിഭവങ്ങൾ എന്ന നിലക്ക് മാത്രമല്ല, അവന്റെ ഭാഗധേയത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകാൻ ഉപകരിക്കുന്ന സൂചനകളായ ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്ന നിലക്ക് കൂടിയാണ് അള്ളാഹു ഇത് അവന്റെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹുവല്ലദീ യുരീക്കും ആയാതിഹി വയുനസ്സിലു ലക്കും മിനസ്സമാഇ റിസ്ഖ. എന്നിട്ട് അള്ളാഹു പറയുന്നത് വമാ യതദക്കറു ഇല്ലാ മൻ യുനീബ്, അവനിലേക്ക് മടക്കം കാണിക്കുന്ന, അവനിലേക്ക് ചായ്വ് കാണിക്കുന്ന, അവനിലേക്ക് തൂങ്ങി നിൽക്കുന്ന മനസ്സുള്ളവരല്ലാതെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല. വളരെ സത്യമായൊരു കാര്യമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു എന്ന അസ്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉള്ളിന്റെ ഉള്ളില് എല്ലാ മനുഷ്യരിലും ഉണ്ടാകും. ചിലരതിനെ തല്ലിക്കെടുത്തിയിട്ടുണ്ടാകും. ആ ഒരു തിരിനാളത്തിനെ തല്ലിക്കെടുത്തി ഊതിക്കെടുത്തിയിട്ട് അത് പ്രവർത്തനമില്ലാതാക്കി മാറ്റിയിട്ടുണ്ടാകും. ഒട്ടുമിക്ക ആളുകളെ സംബന്ധിച്ചിടത്തോളവും പ്രകൃതിയിൽ കാണുന്ന ഇത്തരം പ്രതിഭാസങ്ങള് ഏത് കാണാനിടയാവുകയാണെങ്കിലും അവനിൽ ഒരു ദൈവബോധം അത് കാരണമായിട്ടുണ്ടാകും.
അതിന്റെ താല്പര്യം തന്നെ അതാണ്. വിഭവങ്ങൾ മനുഷ്യന് പ്രയോജനകരമാവുമ്പോൾ തന്നെ അവൻ ആലോചിക്കും, പ്രകൃതിയിൽ നിന്ന് അവന് കണ്ടെത്തുന്ന പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഭക്ഷ്യവിഭവങ്ങളായിട്ട് അവന് പ്രയോജനപ്പെടുത്തുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ പോലെയുള്ളതൊക്കെയും ഇത് ഓരോന്നും മനുഷ്യൻ പ്രയോജനപ്പെടുത്തുമ്പോൾ എത്ര സമഗ്രമായ, എത്ര ഗംഭീരമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ് അതൊക്കെയും ഇവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അതങ്ങനെ സംവിധാനിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണല്ലോ അതൊക്കെയും മനുഷ്യന് പ്രയോജനകരമായത് എന്നത് അവൻ ആലോചിക്കാതിരിക്കില്ല. അവനിൽ സ്വാഭാവികമായിട്ട് ആലോചനയുണ്ടാവും. ഒരു പാറക്കഷ്ണവും ഒരു നേന്ത്രപ്പഴവും ഒരുപോലെയല്ല. എല്ലാറ്റിനെയും ഒരു പാറക്കെട്ടിന്റെ പരുപരുത്ത പ്രതലം പോലെ രൂപകൽപ്പന ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കാത്തത് കൊണ്ടല്ല. മനുഷ്യന് വായിലിട്ട് ചവച്ച് രുചി ആസ്വദിച്ച് പോഷക ഗുണങ്ങളുള്ള വിധത്തിൽ ശരീരത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു സ്റ്റഫ് അവൻ ചവച്ച് ഇറക്കാൻ, ശരീരത്തിലേക്ക്, അവന്റെ അന്നനാളത്തിലേക്ക് അതിനെ ചവച്ചിറക്കാൻ അതിന് സാധിക്കുന്ന തരം സംഗതികളാണ് ഈ പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ. പലതും വളരെ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളുള്ളവയാണെങ്കിലും മനുഷ്യൻ അവയെ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. അത് പ്രകൃതിയിൽ കാണുന്ന കരിങ്കല്ല് പോലെയോ അല്ലെങ്കിൽ ചെങ്കല്ലിന്റെ പ്രതലം പോലെയോ അതുപോലെയുള്ള അല്ലെങ്കിൽ മണൽത്തരികൾ പോലെയോ ഒന്നുമല്ല. ഇങ്ങനെ മനുഷ്യന് പാലറ്റബിൾ ആയ, വായിലിട്ട് ചവയ്ക്കാനും ഇറക്കാനും ഒക്കെ പറ്റുന്ന പോഷക ഗുണങ്ങൾ അടങ്ങിയ രുചിയുള്ള, നല്ല വാസനയുള്ള ഇത്തരം പ്രകൃതി വിഭവങ്ങളെ അങ്ങനെ തന്നെ രൂപകൽപ്പന ചെയ്തത് കൊണ്ടാണ് മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. ഒരു കർഷകനല്ല ഒരു നേന്ത്രപ്പഴത്തിന്റെ രൂപവും അതിന്റെ വാസനയും അതിന്റെ രുചിയും അതിന്റെ ഗുണങ്ങളും ഒന്നും രൂപപ്പെടുത്തുന്നത്. കൃഷി ചെയ്യുന്നവര് ഇവിടെയുള്ള സാധ്യതയെ പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. മറിച്ച് ആരാണ് ഒരു നേന്ത്രപ്പഴത്തിനെ അല്ലെങ്കിൽ ഒരു പൈനാപ്പിളിനെ, ഒരു ആപ്പിളിനെ ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? കർഷകര് അതിവിടെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള സാധ്യത മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുന്നു എന്നല്ലേ ഉള്ളൂ. മനുഷ്യന് അത് വേറെ പല രൂപത്തിലും ആയിരുന്നെങ്കിൽ ഈ വിധത്തില് ഭക്ഷ്യവിഭവം എന്ന നിലക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു കൊള്ളണം എന്നില്ല. കാരണം നമുക്ക് ഭൂമുഖത്ത് ഭക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരുപാട് പദാർത്ഥങ്ങളെ കാണുന്നുണ്ട്. എത്രയോ സംഗതികള് മനുഷ്യന് ഈ വിധത്തില് ഭക്ഷ്യവസ്തു എന്ന നിലക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെയല്ല ഈ വിഭവങ്ങൾ. അപ്പൊ ഇത് തന്നെ മതി മനുഷ്യന്റെ വായ അവന്റെ രുചി അറിയാനുള്ള സംവിധാനങ്ങള്, അവന്റെ നാവ്, ചുണ്ടുകള്, പല്ലുകള്, ഇവയ്ക്കൊക്കെ പറ്റുന്ന വിധത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇനി മാംസം പോലെയുള്ളതാണെങ്കിൽ അവ പാകം ചെയ്ത് കഴിക്കാനുള്ള സാധ്യതയും അള്ളാഹു ഇവിടെ മനുഷ്യന്റെ മുന്നിലായിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വിധത്തില് ഇതിനെ നേരത്തെ സംവിധാനം ചെയ്തു, അങ്ങനെ ഒരുക്കി വെച്ചു എന്ന ഒരു സംഗതി ഉണ്ടായിരുന്നില്ലെങ്കിൽ, അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനാൽ മാത്രമാണത് മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. മറിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും അത് കഴിയില്ല. അപ്പൊ മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്ന ഈ ഇന്ധനത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കുക. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതലേ ഇവിടെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെയാണ് ഈ ഏറ്റവും ആധുനികമായ നമ്മുടെ ഈ കാലഘട്ടത്തില് നമ്മൾ പലതും പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് അത് ഭക്ഷ്യ ആവശ്യത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. അതുപോലെ LPG ഉപയോഗിച്ച്, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നു. അതുപോലെ അതിന്റെ ഒരു 50 60 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ വിറക് ഉപയോഗപ്പെടുത്തിയിരുന്ന ആളുകളാണ്.
വിറക് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു രീതി വരുന്നത് തന്നെ മനുഷ്യന്റെ കണ്ടെത്തലാണ്. പക്ഷെ ഇതൊക്കെയും മനുഷ്യന് ആദ്യത്തെ ഇപ്പോ കല്ലുകൾ ഉരസിയിട്ട് തീയുണ്ടാക്കിയ, അല്ലെങ്കിൽ മരങ്ങൾ തമ്മിൽ ഉരസിയിട്ട് തീ ഉണ്ടായി വന്ന ആ കാര്യങ്ങൾ കണ്ടെത്തിയ ഘട്ടത്തിൽ തന്നെ ഇവിടെ ഗ്യാസ്, കൽക്കരി, അതുപോലെ ബയോഗ്യാസ് സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധ്യതകളൊക്കെ നേരത്തെ ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് മനുഷ്യൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നൽകുന്ന സൂചന എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങളെ അവന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു, ഈ ഭൂമിയെയും ചുറ്റുപാടിനെയും അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് എന്നത് കാണാൻ കഴിയല്ലോ. ഇതൊന്നും നമ്മൾ ചെയ്തതല്ല. സസ്യങ്ങളിൽ നിന്ന് ഇനി ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന് പലരും പറയുന്നുണ്ട്. അത്തരം ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ചിലതൊക്കെ വളരെ വിജയകരമായിട്ട് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള സാധ്യതകൾ പ്രകൃതിയുടെ ഇവിടെ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് നമ്മൾ ഓരോന്നോരോന്നായി കണ്ടെത്തുകയല്ലേ. ഇത് കണ്ടെത്താൻ കഴിയുന്ന സർഗാത്മകമായ ഗവേഷണ പരതയുള്ള മനസ്സ് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. പലരും ഭാവനയിൽ കണ്ടതാണ് പിന്നീട് ചിലരെ കണ്ടെത്തുന്നത്, ഒരു ശാസ്ത്ര സത്യമായി കണ്ടെത്തുന്നത്. ഇപ്പോ ടൈം മെഷീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നോവൽ H.G. വെൽസിൻ്റെതായിട്ടുണ്ട്. സമയത്തിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചുള്ള, സമയത്തിൽ മുന്നോട്ടും പുറകോട്ടും യാത്ര ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ, ഒരു ഉപകരണത്തെ അല്ലെങ്കിൽ ഒരു വാഹനത്തെ കുറിച്ചാണ് അതിൽ സങ്കല്പനം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാധ്യത മനുഷ്യന്റെ ശാസ്ത്രാന്വേഷണത്തിലും വരും. ഇതേപോലെ ഒരുപാട് ഭാവനയും അതുപോലെ മനുഷ്യന്റെ ഗവേഷണപരതയും ചേർന്ന് വന്നുകൊണ്ട് പലതും ഒരു യാഥാർത്ഥ്യമായിട്ട് നിലവിൽ വരുന്നത് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെയുള്ള സാധ്യതയെ കണ്ടെത്തുകയാണ്, പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാഹു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ഈ സാധ്യതകളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിരുന്നു. അത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ഏതെങ്കിലും അന്നില്ലാത്തത് നമുക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇന്റർനെറ്റിന്റെ സാധ്യത അത് മനുഷ്യന്റെ ദൈക്ഷണികമായ നാഗരികമായ വളർച്ച അത്രയും നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ 2000-3000 കൊല്ലം മുമ്പ് തന്നെ മനുഷ്യന് കണ്ടെത്താൻ പറ്റുമായിരുന്നു. കാരണം അത് ഇന്നുള്ള സാധ്യത അല്ലാതെ, അന്നുള്ള ഉണ്ടായിരുന്ന സാധ്യത അല്ലാതെ അതൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ ഉള്ള ഒരു സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുകയാണ്. ഇതേപോലെയാണ് എല്ലാ വിഭവങ്ങളുടെയും കാര്യം. അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നും മനുഷ്യൻ അവന്റെ ആവശ്യത്തിനനുസരിച്ച് കണ്ടെത്തി പ്രയോജനപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. പലപ്പോഴും മനുഷ്യൻ അഹങ്കാരിയായി മാറുന്നത് അത് കണ്ടെത്തി എന്നതിന്റെ പേരിലാണ്. വല്ലാത്ത ചൈൽഡിഷ് ആയിട്ട് തോന്നുക കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരം കേൾക്കുമ്പോൾ. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഗതി ഉണ്ടാക്കി വെച്ചു എന്നതിന് യാതൊരു മഹത്വവും ഇല്ല. അത് കണ്ടെത്തി എന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന നിലക്കാണ് മനുഷ്യൻ സംസാരിക്കുന്നത്, കേൾക്കുക. അത് മഹത്വം തന്നെയാണ്. അത് നമ്മളാരും തള്ളിക്കളയുന്നൊന്നുമില്ല. പ്രകൃതിയിലെ സാധ്യതകളെ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുന്നു എന്നത് ശരിയാണ്. പക്ഷെ അത് ഒരുക്കി വെച്ചതോ മനുഷ്യന്റെ ഡേ 1 തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സംഗതികളാണ് ഇതൊക്കെയും. അത് മനുഷ്യൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അള്ളാഹു അവനെ ബോധ്യപ്പെടുന്നതിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള ആയാത്തുകളെ കാണിച്ചു തരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹുവല്ലദീ യുരീക്കും ആയാത്തിഹി, തന്റെ ആയാത്തുകളെ കാണിച്ചു തരുന്നത്, നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് അവനാണ്. വയുനസ്സിലു ലക്കും മിനസ്സമാഇ റിസ്ഖ, ആകാശത്ത് നിന്ന് നിങ്ങൾക്കായി അവൻ റിസ്ഖ്, വിഭവങ്ങൾ ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്ന വമാ യതദക്കറു ഇല്ലാ മൻ യുനീബ്, ആ മനസ്സിന്റെ ഒരു വിളിയുണ്ടല്ലോ, എനിക്കൊരു സ്രഷ്ടാവുണ്ട്,
എനിക്ക് വേണ്ടി ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ ആസൂത്രണം ചെയ്ത ഒരുവനുണ്ട് എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവനിലേക്ക് തിരിയുന്ന മനസ്സ്, ആ ഒരു മനസ്സിനാണ് ഇവിടെ ഇല്ലാമൻ യുനീബ് എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവനിലേക്ക് മടങ്ങാൻ സന്നദ്ധതയുള്ളവരല്ലാതെ ബാക്കിയുള്ളവരൊന്നും തന്നെ ഈ ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുന്നേയില്ല. വമായത്തതക്കറു, ഇതിനെക്കുറിച്ച് ഓർമ്മയുള്ളവരാവുന്നില്ല, ആലോചനയുള്ളവരാവുന്നില്ല. ഇല്ലാമൻ യുനീബ്. അള്ളാഹു ഓരോരുത്തരുടെയും മനസ്സിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ഒരു നാളമാണ്, ഒരു വിളക്കാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം. ആ ബോധം മനുഷ്യനിൽ ഉണരുന്നത് ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ അവർ കാണാനിടയാകുമ്പോഴാണ്. പ്രകൃതിയിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അവനെ ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങൾ കാണാനിടയാകുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുള്ള യുക്തി തലത്തിൽ തന്നെ അവന് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം, അതുണ്ടാവുമ്പോ അവനിലേക്ക് ഒരു തേട്ടമുള്ള, അവനിലേക്ക് തിരിയുന്ന, അവനിലേക്ക് മടങ്ങുന്ന ഒരാളായിട്ട് മാറും. അങ്ങനെ മനസ്സിൽ കെട്ടുപോകാത്തൊരു നാളം കൊണ്ടു നടക്കുന്ന ആളുകൾ മാത്രമാണ് ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കൂട്ടരെ, അള്ളാഹുവിലേക്ക് തിരിയുന്നവരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വിധേയത്വം പൂർണ്ണമായിട്ടും അവന് നൽകുന്നവരായിക്കൊണ്ട്. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ പലരും വിധേയത്വം നൽകുന്നത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അറിയാൻ കഴിയും. പലരും വിധേയത്വം നൽകുന്നത് ശാസ്ത്രത്തിനാണ്, ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾക്കാണ്, പല വെളിപ്പെടുത്തലുകളെയും അതിനെയാണ് അതാണ് വലിയ ആരാധിക്കപ്പെടേണ്ടത് എന്ന നിലക്കാണ് പലരും കാണുന്നത്. യഥാർത്ഥത്തിൽ തെറ്റായൊരു നിഗമനമാണ് മനുഷ്യൻ വളരെ ശരിയായ ചില സംഗതികളിൽ നിന്ന് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത്. ശാസ്ത്രം എന്നത് ഒരാളല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രത്യേകമായൊരു നേട്ടമല്ല. അത് ഇവിടെ മനുഷ്യന്റെ സാന്നിധ്യം ഭൂമുഖത്ത് അറിഞ്ഞു തുടങ്ങിയ ആ നാള് മുതൽ മനുഷ്യന് അനാവൃതമായി കിട്ടുന്ന അറിവാണ്. ഇതൊക്കെ ദൈവികമായി ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള വിജ്ഞാന സ്രോതസ്സുകളിൽ നിന്ന് മനുഷ്യൻ 1 by 1 എന്ന നിലക്ക് ഓരോന്ന് ആർജിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ പേരിൽ ആരോടാണ് നമുക്ക് പ്രതിബദ്ധത ഉണ്ടാവേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെയും അതിന്റെ ഭാഗമാണ്. കാരണം നമ്മളൊക്കെ തന്നെ ചിലതൊക്കെ അറിയുകയും ചിലതൊക്കെ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. വൈജ്ഞാനികമായിട്ട് നമ്മൾ ചിലതൊക്കെ കണ്ടെത്തുന്നു, ചിലതൊക്കെ പകർന്നു നൽകുന്നു. ഈ പ്രക്രിയയിൽ നമ്മൾ ഭാഗമാണ്. പക്ഷെ ഇത് ഒരുക്കി വെച്ചിരിക്കുന്ന പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാതെയാണ് അറിവിന്റെ വഴിയിലൂടെ നമ്മൾ നീങ്ങുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ വിഡ്ഢികളായിട്ട് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്ന ഒരു കാര്യം കേട്ടു നോക്കൂ. ഫദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവനോട് തേടുക. ആരാണ്? മുഖ്ലിസീന ലഹുദ്ദീൻ. വിധേയപ്പെടൽ പൂർണ്ണമായിട്ടും അവനായിക്കൊണ്ട് വേണം അത് ചെയ്യാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവൻ മാത്രമാണ് യാഥാർത്ഥ്യം എന്നതാണ് അതിന് കാരണം. വേറെ ആർക്ക് നമ്മൾ വിധേയത്വം നൽകിയാലും അവരതിന് അർഹരല്ല എന്നത് മനസ്സിലാക്കാൻ ഏറെ ഒന്നും സമയമെടുക്കൂല. നമ്മൾ വിധേയത്വം നൽകുന്നത് ഐൻസ്റ്റൈൻ ആണെന്ന് സങ്കല്പിക്കുക. ഐൻസ്റ്റൈന്റെ അറിവിന് എത്ര വലിയ പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ശാസ്ത്രം ഐൻസ്റ്റൈന്റെ കാലശേഷം ഒരുപാട് മുന്നോട്ട് വീണ്ടും പോയിട്ടുള്ളത്, അല്ലെ? നമ്മൾ വിധേയത്വം ഏതെങ്കിലും നിലക്ക് ഐൻസ്റ്റൈന് കാണിക്കുന്നുണ്ടെങ്കിൽ ഐൻസ്റ്റൈൻ ഒന്നും അറിയാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രകൃതിയിലെ സാധ്യതകളെ വിലയിരുത്തിക്കൊണ്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. അതിൽ അവസാനിക്കുന്നില്ല അറിവ്. പ്രകൃതിയില് ഈ സാധ്യതകൾ ഉണ്ടാക്കി വെച്ചത് ഐൻസ്റ്റൈൻ അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനല്ല.
ഇനി പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പല വെളിപ്പെടുത്തലുകളും നടത്തുന്ന ആളുകൾ ഈ പ്രകൃതിയുടെ കാര്യങ്ങളിൽ അവസാന വാക്കുമല്ല, അതിനപ്പുറത്തേക്കും ലോകം പോകും. അറിവ് വെളിപ്പെടുത്തുന്നതിന് അള്ളാഹുവിന് അവൻ്റെതായ ഒരു ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ച് മാത്രമേ അറിവ് വെളിപ്പെടുള്ളൂ. ഇതാണ് ആയത്തുൽ കുർസിയിൽ അള്ളാഹു പറയുന്നത്, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവന്റെ ജ്ഞാന സ്രോതസ്സുകളില് അവന്റെ അനുമതിയില്ലാതെ ആർക്കെങ്കിലും അങ്ങ് ചെന്ന് കൈയിട്ട് വരാൻ സാധ്യമല്ല. അറിവ് അവൻ്റെതാണ്, ജ്ഞാനം അവൻ്റെതാണ്. അത് അവൻ ഇച്ഛിക്കുന്ന വിധത്തില് അവന്റെ പദ്ധതി അനുസരിച്ച് മാത്രമേ വെളിപ്പെടുള്ളൂ. നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞതുകൊണ്ടും കാര്യമില്ല. നമ്മളെ പ്രയത്നം തീർച്ചയായിട്ടും അറിവ് നേടുന്നതിന് ആവശ്യമാണ്. പക്ഷെ അള്ളാഹു അറിവ് വെളിപ്പെടുത്തുന്നതിനൊരു ക്രമം വെച്ചിട്ടുണ്ട്. ആ ക്രമം അനുസരിച്ചേ അറിവ് വെളിപ്പെടുള്ളൂ. അത് നമുക്ക് പിന്നിട്ട നാഗരികതയുടെ വളർച്ചയുടെ നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ആർക്കിടെക്ചർ മേഖല, ഉദാഹരണത്തിന് വാസ്തുശില്പ നിർമ്മാണ മേഖല ഒന്ന് നോക്കൂ. അനുദിനം പുതിയ സാധ്യതകള് മനുഷ്യൻ വിജയിപ്പിച്ചെടുക്കുകയാണ് വാസ്തുശില്പ നിർമ്മാണ മേഖലയിൽ. തുടക്കത്തിൽ മനുഷ്യന് ഇതൊക്കെ പറ്റുമായിരുന്നില്ലേ? ഒരു കട്ടയുടെ രൂപത്തിൽ, ഒരു ചതുര രൂപത്തിൽ മാത്രം ഒരു നിർമ്മാണം സാധിച്ചിരുന്ന ഒരു കാലം മനുഷ്യനുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് മനുഷ്യന്റെ ആർക്കിടെക്ചറൽ ഇമാജിനേഷൻ വളർന്ന് എത്ര അത്ഭുതകരമായ തലങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്ന് ഒന്ന് വിലയിരുത്തി നോക്കൂ. അപ്പൊ ഇത് ആദ്യത്തെ ദിവസം എന്തുകൊണ്ട് മനുഷ്യന് ഇന്നത്തെ ഏറ്റവും നൂതനമായ ഒരു ഡിസൈൻ സാധ്യമായില്ല എന്നത് ആലോചിച്ചൂടെ? അപ്പൊ അതിന് വെളിപ്പെടുന്നതിന് സാധ്യതകള് മനുഷ്യന് സാധ്യമായി തീരുന്നതിന് ഒരു ക്രമം അള്ളാഹു വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയ്ക്കും ഭാവനയുടെ പ്രവർത്തനത്തിനും ഒക്കെ ഒരു ക്രമം വെച്ചിട്ടുണ്ട്. ആ ക്രമം അനുസരിച്ച് മാത്രമേ സാധിക്കുള്ളൂ. ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് വിധേയപ്പെടല് പൂർണ്ണമായും അള്ളാഹുവിന് മാത്രമായി തിരിയുന്ന ആളുകൾ, അങ്ങനെയാണ് അള്ളാഹുവിടെ ആവശ്യപ്പെടുന്നത്. ഫദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അങ്ങനെ ചെയ്യുന്നത്, വിധേയപ്പെടൽ അള്ളാഹുവിന് മാത്രമാവുക എന്നത്, അത് വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾ വെറുക്കുന്ന ഒരു സംഗതിയാണെങ്കിലും അങ്ങനെ ചെയ്യണം എന്നാണ് മുനീബുകളായ ആളുകളോട് അള്ളാഹുവിടെ പറയുന്നത്. അത് ഓരോരുത്തരുടെയും മനസ്സിൽ അവന്റെ സ്വത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ട്, ഒരു നാളമുണ്ട്, ഒരു തിരിനാളം. പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ കാണുമ്പോഴാണ് അവന് പെട്ടെന്ന് അതൊരു തിരിച്ചറിവായി മാറുക. അത് പ്രയോജനപ്പെടുത്തുന്ന ആള് തീർച്ചയായിട്ടും ഈ പ്രപഞ്ച സാകല്യത്തിന്റെ സ്രട്ടാവിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് തിരിയും. അങ്ങനെ തിരിയുന്ന ഒരാളെയാണ് മുനീബ് എന്ന് പറയും. അപ്പൊ അള്ളാഹുവിലേക്ക് ഇല്ലാമൻ യുനീബ് എന്നിവിടെ സൂചിപ്പിച്ചല്ലോ. അള്ളാഹുവിലേക്ക് തിരിയുന്ന ഒരാളായിട്ട് മാറുന്ന ആ പ്രകൃതം നിലനിർത്തിയ ആള് മാത്രമേ ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ, അതിന്റെ പുറകിലുള്ള ശക്തിയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആ തിരിനാളത്തിനെ കെടുത്തിക്കളയാതെ നിലനിർത്തി പോകുന്ന ആളുകളോടായിട്ട് അള്ളാഹു പറയുന്നത് ഫദുല്ലാഹ, അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അവനോട് തേടുക. മുഖ്ലിസീന ലഹുദ്ദീൻ, വിധേയപ്പെടൽ പൂർണ്ണമായിട്ടും അവനാക്കി കൊണ്ട് മറ്റാർക്കും, അനർഹരായ ഒരാൾക്കും അതില് ഇടം നൽകാത്ത വിധത്തിൽ വേണം നിങ്ങൾ അവനോട് തേടാൻ. ഈ ഒരു സംഗതി ചെയ്യുന്നതിന് നിഷേധികൾ, സത്യം മൂടി വെക്കുന്നവർ വെറുക്കുന്നവരായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ് എന്നാണ് സത്യവിശ്വാസ പാതയിൽ നിലകൊള്ളുന്ന ആളുകളോടായിട്ട് അള്ളാഹു ഇവിടെ ആവശ്യപ്പെടുന്നത്, പറയുന്നത്. അപ്പോ മക്കയിലെ ഭൗതിക ജീവിത സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന സത്യവിശ്വാസികളെ വലിയ മനക്കരുത്തുള്ളവരും ദൃഢബോധ്യവും ദൃഢനിശ്ചയവും ഒക്കെയുള്ള ആളുകളുമായിട്ട് അവര് മുന്നേറുന്നതിന് അവർക്ക് കരുത്ത് പകരുന്നത്
ഏത് വിധത്തിലാണ് എന്നത് നമുക്ക് ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അവർക്ക് സ്ഥൈര്യവും ധൈര്യവും കരുത്തും ഒക്കെ പകരുന്നത് ഈ വളരെ കൃത്യമായ ഉൾക്കാഴ്ച കാര്യങ്ങളെക്കുറിച്ച് പകർന്നു നൽകിക്കൊണ്ടാണ് എന്നതാണ് ഈ ആയാത്തുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 13-14 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.